ബൈനറി പ്ലാൻ അറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. കാരണം ഒരാളെ നശിപ്പിച്ചിട്ടല്ല ഒരാളും ഇവിടെ വളരുന്നത്. ഒരാൾക്കും നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഇന്ന് ലോകത്തിലെ ഒരേ ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്പർ 1 കമ്പനിയിലൊക്കെ നമ്മൾ എത്തിപ്പെടാൻ ഒന്നുകിൽ നമ്മളെ ഭാഗ്യം, അല്ലെങ്കിൽ നമ്മളെ മുൻ ജന്മത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മളെ പിതാക്കളെ, അല്ലെങ്കിൽ നാളെ വളരുന്ന നമ്മളെ കുട്ടികളെ ഭാഗ്യം, ഇങ്ങനെയൊക്കെ ആവാം. പക്ഷെ എന്തുകൊണ്ടും നമ്മൾ ഈ ബിസിനസ് രാവിലെ പ്ലാറ്റ്ഫോം തുടങ്ങിയത് തന്നെ ഒരു ദൈവ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്. പക്ഷെ ദൈവം കണ്ടറിഞ്ഞ് നമുക്ക് അവസരം തന്നിട്ടുണ്ട്. ഇനി ഈ അവസരം എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. പരാജയം തന്നെ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിക്ക് ഇല്ല. വിട്ടുപോവുകയാണ് ആളുകൾ. എന്തുകൊണ്ട്? ഈ ഇൻഡസ്ട്രിയെ പഠിക്കാത്തതിനെ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയും. കാരണം ഇത്രയും നല്ലൊരു ഇൻഡസ്ട്രി നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ അതിനെ ഉപയോഗിച്ചില്ല. അവസരങ്ങൾ കിട്ടിയാൽ രക്ഷപ്പെട്ടോളുന്നില്ല. പക്ഷെ അവസരങ്ങൾ ഏറ്റെടുക്കാനും അവസരങ്ങൾ കൊടുക്കാനും നമ്മൾ തയ്യാറാണെങ്കിൽ വിജയിക്കാൻ ഏറ്റവും നല്ല ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അത് ഏറ്റവും നല്ല കമ്പനി, ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയിലാണ് നമ്മളൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ എത്തിപ്പെട്ട നമ്മൾ ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട്, ഒറ്റയ്ക്കായിട്ട് ഒന്നും ചെയ്യാനില്ല, സപ്പോർട്ടോട് കൂടിയിട്ട്, ലീഡേഴ്സിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഉള്ളൂ ഇവിടെ. ഞാൻ ഒരു 19 വയസ്സ് മുതൽ ഫാദറിന് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, ലൈബ്രറി ലെൻഡിങ് ലൈബ്രറി ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പം 19 വയസ്സ് മുതൽ അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി ഒരു 10 വർഷം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ 10 വർഷം അത് നടത്തിയ സമയത്ത് വേണ്ട രീതിയിൽ വിജയിക്കാൻ എനിക്ക് പറ്റിയില്ല, ഫാദർ വിജയിച്ച മേഖലയിൽ. അപ്പം അന്നത് എൻ്റെ കുഴപ്പമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ മേഖലയിൽ നിന്ന് ഞാൻ മാറി വീണ്ടും അതിൻ്റെ കൂടെ LIC ഏജൻസി എടുത്ത്, അങ്ങനെ LIC ഏജൻസി എടുത്ത് ഒരു 5 വർഷം വർക്ക് ചെയ്ത്, അവിടെ 5 വർഷം കഴിഞ്ഞ സമയത്ത് അവിടെയും കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അത് വീണ്ടും വിട്ടു. പിന്നെ ഒരു പാലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു. അവിടെയും ഈ പറയുന്ന മാതിരി എഫേർട്ടുകൾ കൂടുതലും നമുക്ക് പ്രോഫിറ്റ് കുറവുമായപ്പം അതും തൽക്കാലം നിർത്തി വയ്ക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ കോഴിക്കോട് വലിയങ്ങാടിയിൽ ജോലിക്ക് കയറുന്നത്. അവിടെ ഒരു 10-12 വർഷം ജോലി ചെയ്ത സമയത്ത് മനസ്സിലായി, ജോലി ചെയ്യുമ്പോൾ നമുക്ക് ജീവിച്ചു പോകാൻ മാത്രമേ പറ്റുന്നുള്ളൂ. കാരണം നമ്മളെ വിചാരിച്ച രീതിയിൽ ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. വീണ്ടും ബിസിനസ് തന്നെ ചെയ്യാം. അങ്ങനെയാണ് വെളിച്ചെണ്ണ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അവിടെ ഏകദേശം ഒരു വർഷത്തിനടുത്ത് ആയ സമയത്താണ് മാർക്കറ്റിൽ ഇങ്ങനെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ടൈറ്റായി. അപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഇനിയും പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം ഞാൻ ലാസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് വൈഫിൻ്റെ ചെറിയൊരു ഗോൾഡ് ഒരു ചെയിൻ, അത് ഞാൻ വൈഫിനോട് പറഞ്ഞ്, ഈ ഓണത്തിൻ്റെ ഒരു സമയമായിരുന്നു, ഞാനത് ജസ്റ്റ് പണയം വെക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പണയം വെച്ച് ആ പൈസ ബിസിനസ്സിൽ ഇറക്കാം, എന്നിട്ട് തിരിച്ചു തരാം. പക്ഷേ അത് പണ്ട് നമ്മൾ അനീസ്പ്രേയുടെ പരസ്യം കണ്ടിട്ടുണ്ട്, അതുമാതിരിയാണ്. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്നുള്ള രീതിയിൽ അത് പോയി. അപ്പം ഞാൻ ആ ബിസിനസ്സിൽ പിന്നെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു പ്രശ്നം ബിസിനസ്സിൽ വരുന്നത്. അപ്പം ഞാൻ തീരുമാനിച്ച് എന്തായാലും ഫെബ്രുവരിയിലാണ് ഞാൻ ഈ ബിസിനസ്സിൽ ഐഡിയ അടിക്കുന്നത്. എനിക്ക് ഏപ്രിലിലാണ് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകുന്നത്, ഏകദേശം വിഷുവിൻ്റെ ആ സമയത്ത്. ഞാനത് ആളുകളോടൊക്കെ പറയാൻ തുടങ്ങി. കാരണം ഞാൻ വിഷു വരെ ഉണ്ടാവുള്ളൂ, എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. എന്താണ് ഞാൻ ചെയ്യാൻ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിസിനസ് ചെയ്യണം, അങ്ങനെ ഒരു ചിന്ത ഉണ്ട് മനസ്സിൽ. കാരണം ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് തന്നെയാണല്ലോ, കുറേ പ്രൊഡക്റ്റും ഉണ്ട്. പക്ഷെ എങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്കറിയുന്ന രീതിയിൽ ചെയ്യാന്നുള്ള കാര്യത്തിലായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ ഒരു ചെറിയ, പക്ഷെ അത് ഫാമിലിനോടൊന്നും ഡിസ്കസ് ചെയ്യാണ്ട് ഞാൻ മനസ്സിലങ്ങനെ വെച്ചതായിരുന്നു. അപ്പം വിഷുവിന് ഞാൻ എന്തായാലും ഡിസ്ട്രിബ്യൂഷൻ നിർത്തി. അത് കഴിഞ്ഞ് ഒരാഴ്ചയോളം വീട്ടിലിരുന്നു. ഒരാഴ്ച വീട്ടിലിരുന്ന സമയത്ത് വൈഫ് ചോദിച്ച്, എന്താണ് ഇപ്പം തീരുമാനം? ഞാൻ പറഞ്ഞു, ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ കുറേ പൈസ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പൈസ കുറേ വേണ്ട, ഈ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പക്ഷെ നല്ലൊരു എഫേർട്ട് വേണ്ടി വരും. അങ്ങനെ ഞാൻ
ഏഹ് എന്തായാലും ഇത് മാത്രമായിട്ട് ചെയ്താലും നടക്കൂല. കാരണം കുടുംബത്തിലേക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണമല്ലോ. പിന്നെ ഇത് ചെയ്ത് ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ മാർക്കറ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ആ ബിസിനസ് ഒന്ന് ക്ലിക്ക് ആവാൻ കുറച്ച് സമയമെടുക്കും. ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതാണ്. ഇപ്പം പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്നും കൂടെ ചെയ്യണം. അങ്ങനെ ആലോചിച്ച സമയത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ്, കോഴിക്കോട് ഒരു ബാങ്കിന്റെ കളക്ഷൻ എടുക്കുന്ന സുഹൃത്താണ്. അപ്പൊ അയാള് എന്നെ വെള്ളിയങ്ങാടി കാണാതായിരുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, എന്താ ഇപ്പൊ അവിടെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ തൽക്കാലം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പൊ ഷോപ്പിലില്ല, ഞാൻ ഇപ്പൊ ചെയ്യുന്ന വെളിച്ചം ഡിസ്ട്രിബ്യൂഷൻ തൽക്കാലം നിർത്തിയിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു മേഖല കിട്ടണം. അപ്പോഴാണ് ആള് പറഞ്ഞത്, ഓൺലൈൻ ഫുഡ് ഡെലിവറീന്റെ ഒരു ഇതുണ്ട്, അവിടെ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ പറ്റും, നിങ്ങളൊന്ന് പോയി അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ പോയി അന്വേഷിച്ചപ്പം അവർ പറഞ്ഞത് ഒരു 400 രൂപയുടെ ചിലവുണ്ട്, പിന്നെ നമ്മൾ 2 വീലർ വേണം, നമുക്ക് ലൈസൻസ് വേണം, വണ്ടീൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കൃത്യമാവണം. ഓക്കെ പറഞ്ഞ് കണ്ട് അപ്പം എന്നോട് ചെന്ന് ജോയിൻ ചെയ്യണ്ടോ ചോദിച്ചാൽ ഇന്നില്ല നാളെ ജോയിൻ ചെയ്യാം. പിറ്റേ ദിവസം മുതൽ അവിടെ പോയി ജോയിൻ ചെയ്ത് ഒരു ഡെലിവറി കൊടുത്താൽ 50 രൂപ കിട്ടും. അപ്പം ഞാൻ വിചാരിച്ചത് എന്തായാലും തീരുമാനം ഉറപ്പിച്ച് മൈലേജ് സ്റ്റൈൽ ചെയ്യാം. കാരണം കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായിട്ട് നമുക്ക് ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറീൻ്റെ അതും ചെയ്യാം. അങ്ങനെ ഒരു 3-4 മാസം ഈ ബിസിനസ്സിനെ പഠിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇപ്പം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്താണെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഭവനി സാർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം വെച്ചിട്ട് ഈ ഇൻഡസ്ട്രി നല്ലതാണ്, ബിസിനസ് നല്ലതാണ് എന്നൊക്കെ തോന്നിയപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് വെച്ച് എന്നുള്ളതാണ് ആദ്യം ചെയ്തത്. പിന്നെ ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ഇതിനെക്കുറിച്ച് പഠിക്കാൻ തന്നെ, കൃത്യമായിട്ട് പഠിക്കാൻ തന്നെ തീരുമാനിച്ച്, അങ്ങനെ കൃത്യമായിട്ട് പഠിക്കാൻ തീരുമാനിച്ച സമയത്ത് ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യണം. ആദ്യം ഞാൻ കരുതിയത്, എനിക്കറിയാലോ കുറേ കാര്യങ്ങളൊക്കെ മാർക്കറ്റിലുള്ളത്, പക്ഷേ ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ ഈ ബിസിനസിന്റെ ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് പിന്നീട് മനസ്സിലായപ്പം എല്ലാ ട്രെയിനിങ്ങും മീറ്റിങ്ങും അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ ആദ്യമായിട്ട് പോയത് നമ്മുടെ GTSനാണ്. GTSന് ചെന്ന സമയത്ത് അന്ന് GTS കൺക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ ഗ്രേറ്റ് മെൻറ്ററായിട്ടുള്ള ബെല്ലി സാറാണ്. അപ്പം ബെല്ലി സാറിൻ്റെ ഒരു വാക്കാണ് എന്നെ ഫസ്റ്റ് എന്നെ ക്ലിക്കായത്. കാരണം എന്താ വെച്ചാൽ, ഈ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഒരു കൈ തരാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ കൈ പിടിച്ചു ഉയർത്താൻ ഇവിടെ ലീഡേഴ്സിന്റെ വലിയൊരു നിര ഉണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ ആ വാക്ക് വല്ലാതെ എനിക്ക് ഫീൽ ചെയ്ത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്ത മേഖലയിലൊക്കെ ഞാൻ ചെയ്യുന്നതിൻ്റെ കൂടെ ചെയ്യുന്ന ആളുകൾ എന്നെ തകർത്താലേ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരെ തകർത്താലേ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു രീതിയാണ്. ആ രീതിയിൽ നിന്നാണ് ഇവിടെ വന്നപ്പോൾ പറയണത്, ഇതും ബിസിനസ്സാണ്, ഇവിടെ നിങ്ങളെ സഹായിക്കാൻ ആളുണ്ട്. ആദ്യം അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഇത് എങ്ങനെയത് സഹായിക്കുന്നത് എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ ആൾ പറഞ്ഞ കാര്യങ്ങൾ അത്രയും ആളുകൾ നടന്ന ആ ഹാളിലുണ്ട്. അപ്പൊ ഇത്രയും ആളുകൾ വന്നിട്ട് ഇത് ചെയ്യുന്നുണ്ട്, കുറേ ആളുകൾ, കൊട്ടക്കെട്ട ആളുകൾ കയറുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് പിന്നെ ഇത് ഇവർ ഇങ്ങനെ ആവുന്നത് എന്നുള്ളത് അറിയണം. അപ്പം ഞാൻ എന്താണ് ഈ ഇൻഡസ്ട്രിയിൽ ഇന്നിപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. അപ്പം അന്ന് എൻ്റെ കയ്യിലൊരു സ്മാർട്ട് ഫോണൊന്നുമില്ല, സാധാരണ കീപാഡ് ഫോണാണുള്ളത്. അപ്പം എൻ്റെ സുഹൃത്തിനെ വിളിച്ച് കാര്യം ആളോട് പറഞ്ഞ്, ആള് പറഞ്ഞ് ഈ വാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ്, അങ്ങനെ ആളെ സ്മാർട്ട് ഫോണാണ് ഞാൻ ആദ്യം ഇതിനെ പറ്റിയിട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ആംവേ എന്ന് പറയുന്നൊരു കമ്പനീൻ്റെ പേര് അതിൽ കാണുന്നുണ്ട്. ഇത് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണെന്ന് പറയുമ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയത് വേൾഡിലെ 100 കമ്പനികളുടെ ലിസ്റ്റാണ്, പൈസയൊന്നും വേണ്ടല്ലോ. അപ്പം അതിൽ ആംവേ എന്ന് പറഞ്ഞൊരു കമ്പനി, ആ കമ്പനീൻ്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ മുന്നേ എൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് ഒരു സൈനിക് വെൽഫെയർ ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ദേവേട്ടുണ്ട്. ഈ ദേവേട്ടൻ്റെ വീട്ടിൽ കുറേ ആളുകൾ ഇതേമാതിരി ഞായറാഴ്ചകളിൽ വരും, ഇൻസൈഡൊക്കെ ചെയ്ത് കുറേ കാറിലൊക്കെ വന്ന്. അപ്പോൾ ഇവരൊക്കെ ആംവേൻ്റെ ആളുകളാണെന്ന് പറയും. പക്ഷെ ആംവേ എന്താണെന്നും ആംവേൻ്റെ സിസ്റ്റം എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു ദിവസം
ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞായറാഴ്ച ഇങ്ങനെ ഒരു സ്ഥലം വരെ പോകാണ്ട് കണ്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ആശീർവാദിലും. അന്ന് എനിക്ക് തോന്നുന്നു 50 രൂപയോ 100 രൂപയോ എന്തോ ടിക്കറ്റിന് ചാർജ് ഉണ്ട്. ടിക്കറ്റിന് ചാർജ് കൊടുത്തതും ഈ സുഹൃത്താണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഇരുത്തി. ഇതേമാതിരി നമ്മൾ നന്ദയിലൊക്കെ കണ്ട മാതിരി വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ഇപ്പോഴും ഞാനത് ഓർക്കാൻ കാരണം എന്താ വെച്ചാൽ അന്ന് ആ ടിക്കറ്റിൽ ലാസ്റ്റ് ലക്കി ഡ്രോ ഉണ്ട്. ആ ലക്കി ഡ്രോയില് ഒരു 7 ലിറ്ററിന്റെ കുക്കർ ഫസ്റ്റ് പ്രൈസ് ആണ്. അത് കിട്ടിയത് എനിക്കാ. ഞാൻ ആ കുക്കറും വാങ്ങി വീട്ടിൽ പോയി എന്നല്ലാണ്ട് ആമ്പ എന്താണെന്നോ ഇതൊന്നും ഞാൻ പോയില്ല. അപ്പൊ ടിക്കറ്റിന്റെ പൈസ കൊടുത്ത സുഹൃത്ത് പറഞ്ഞ് കുക്കർ എനിക്കാണ്. ഞാൻ പറഞ്ഞു അതില്ല, ടിക്കറ്റ് ഞാൻ പറഞ്ഞിട്ടല്ല ഈ എടുത്തത്, ഈ എടുത്ത് പക്ഷെ അടിച്ചത് എനിക്കാണ്, അത് ഞാൻ കൊണ്ടുപോകുന്നതാണ്. കുക്കറും കൊണ്ട് ഞാൻ വന്നു. ആമ്പേർ എന്റെ എക്സ്പീരിയൻസ് അതാണ്. പക്ഷെ ഇവിടെ ഡെല്ലിസാറിന്റെ ഈ വാക്ക് കേട്ടപ്പോ എന്താണിത് വ്യക്തമായിട്ടൊന്ന് പഠിക്കാം. അങ്ങനെ ട്രെയിനിങ്ങും മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തപ്പം ഈ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്, ഈ കമ്പനി എന്താണ്, ഈ കമ്പനീന്റെ ബാക്ക് ബോൺ ആരാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് ആരാണ്, എന്താണ് അവരുടെ എക്സ്പീരിയൻസ്. അപ്പൊ ഞാൻ ഈ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ ഗുണം കിട്ടും, ഇനി എനിക്ക് എന്തൊക്കെ നഷ്ടം വരും. ഗുണം കിട്ടിയില്ലെങ്കിൽ നഷ്ടം വരാൻ നോക്കണല്ലോ, ബിസിനസ് ആണല്ലോ. അപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ളത്. എന്നാലും ഞാൻ ഈ ബിസിനസ് ചെയ്താൽ നേട്ടങ്ങൾ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുമുണ്ട്. പക്ഷെ അതെനിക്ക് മാത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമല്ല. ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ച് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് എനിക്കും എന്നെ അറിയുന്ന കുറേ ആളുകൾക്കും കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ അവസരം നല്ലതാണെന്ന് മനസ്സിലായി. കാരണം ഈ ബിസിനസിന്റെ ഈ കമ്പനീന്റെ പ്രോഡക്റ്റുകൾ ഇപ്പം നമുക്കറിയാം, വെൽനസ് പ്രൊഡക്റ്റുകൾ, അതേമാതിരി തന്നെ പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകൾ, ഹോം കെയർ പ്രൊഡക്റ്റുകൾ, പിന്നെ ആഹാരം എന്നുള്ള ബ്രാൻഡിൽ വരുന്ന പ്രൊഡക്റ്റുകൾ, അതുമാതിരി തന്നെ നമ്മുടെ ഇന്ത്യാഗ്രോ എന്നുള്ള ബ്രാൻഡിൽ വരുന്ന പ്രൊഡക്റ്റുകൾ. അപ്പം ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഞാനിനി ബിസിനസ് ചെയ്യുന്നില്ലെങ്കിലും എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ പ്രൊഡക്റ്റുകളൊക്കെ എനിക്ക് വില കുറച്ച് വാങ്ങിക്കാനോ എൻ്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വില കുറച്ച് കൊടുക്കാനോ, അതും നോക്കുമ്പം എനിക്ക് നഷ്ടങ്ങളൊന്നുമല്ല. എനിക്ക് അവിടെ ചെറിയൊരു ഡിസ്കൗണ്ട് കിട്ടുകയാണെങ്കിൽ അതും എനിക്കൊരു സേവിങ്സ് ആക്കി മാറ്റാലോ. അങ്ങനെ തീരുമാനിച്ച് എന്തായാലും ബിസിനസ് ചെയ്യുമ്പം നമുക്കറിയാം, വീട്ടിലേക്ക് നമ്മൾ വാങ്ങിക്കുന്നത് ഒരു പേസ്റ്റ് ആണെങ്കിൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതൊരു ഡസൻ പേസ്റ്റ് എങ്കിലും വാങ്ങിക്കണം. അങ്ങനെ ഞാൻ കുറച്ച് സ്റ്റോക്ക് എടുക്കാൻ തീരുമാനിച്ചു. സ്റ്റോക്ക് എടുത്ത് സ്റ്റോക്ക് എടുത്ത് കഴിഞ്ഞപ്പം അടുത്ത പണി എന്താ, നമുക്ക് ലിസ്റ്റ് മേക്ക് ചെയ്യാം. ലിസ്റ്റ് മേക്ക് ചെയ്തു. പക്ഷെ ആദ്യം ലീഡേഴ്സ് പറഞ്ഞപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ല. മനു സാറൊക്കെ പറഞ്ഞ സമയത്ത് ആദ്യം എന്തിനാ ലിസ്റ്റ്, എനിക്കറിയുന്ന ആളുകളൊക്കെ ഞാൻ പറഞ്ഞാൽ ചെയ്യും, ഞാൻ പറഞ്ഞാൽ കേൾക്കും എന്നുള്ള രീതിയാണല്ലോ തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവുക. അപ്പം ആ രീതിയിൽ തന്നെ ഞാൻ ലിസ്റ്റ് ഒന്നും ആദ്യം മേക്ക് ചെയ്തില്ല. പക്ഷെ പിന്നെ ഇതിൻ്റെ ട്രെയിനിങ് മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ വന്നപ്പോൾ മനസ്സിലായി ഇത് ലിസ്റ്റ് മേക്ക് ചെയ്യണം. ലിസ്റ്റ് മേക്ക് ചെയ്തു. ആ രീതിയിൽ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറാൻ കുറച്ച് സമയമെടുത്തു. ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറണം എന്നുള്ളത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ആ അവിടെ എന്താണോ വേണ്ടത് അതായിട്ട് നമ്മൾ മാറാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതിനു വേണ്ടിയിട്ട് ഈ ഇൻഡസ്ട്രീന്റെ ഗുണങ്ങൾ എന്താണ്, ഈ ഇൻഡസ്ട്രി ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ട് ഒരു 4-5 മാസം ട്രെയിനിങ്ങിന് ഞാൻ ചെയ്യുന്ന പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ഓൺലൈൻ ഫുഡ് ഡെലിവറീൻ്റെ കൂടെ ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്തപ്പം കാര്യങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ മനസ്സിലായി തുടങ്ങി. അപ്പം മനസ്സിലായി തുടങ്ങിയ സമയത്ത് പിന്നെ വീണ്ടും ഒരു തീരുമാനത്തിലെത്താൻ ബുദ്ധിമുട്ടായി. കാരണം ഈ ഇൻഡസ്ട്രി ഇങ്ങനെ ചെയ്താൽ പോരാ. അങ്ങനെയാണെങ്കിൽ ഇത് ഫുൾ ടൈം ആയിട്ട് ചെയ്യണം. പക്ഷെ ഫുൾ ടൈം ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കണം. നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ലോണുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട് ഉണ്ടാക്കുന്ന സമയത്ത് എടുത്ത ലോണ്, വണ്ടീൻ്റെ ലോണ്, മക്കളെ പഠിപ്പ്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെ ചെയ്യും, ഇതിനെയൊക്കെ മറികടക്കാൻ പറ്റുമെന്നുള്ള ചെറിയൊരു പേടിയൊക്കെ മനസ്സിലുണ്ടായിരുന്നു.
പക്ഷെ എന്തായാലും പാർട്ട് ടൈം ആയിട്ട് ചെയ്യുമ്പം എൻ്റെ ഫോക്കസ് ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളത് എനിക്കും തോന്നി. ഞാൻ ഓരോ GTSന് വരുമ്പോഴും ട്രെയിനിങ്ങിന് വരുമ്പോഴും മീറ്റിങ്ങിന് വരുമ്പോഴും ഈ ഇൻഡസ്ട്രീൻ്റെ മാറ്റങ്ങൾ, ഇൻഡസ്ട്രിക്ക് വരാൻ പോകുന്ന മാറ്റങ്ങളും ഓരോ GTSന് വരുമ്പോഴും ഓരോ ലീഡേഴ്സിന് വരുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ എന്തായാലും ഇത് ചെയ്തേ പറ്റൂ, അതും സീരിയസ് ആയിട്ട് ചെയ്തേ പറ്റൂ. അപ്പം മാറ് തന്നെ, വേറെ വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ മാറിയാലേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലായപ്പം എന്തായാലും മാറാൻ തന്നെ തീരുമാനിച്ചു. ഒരു 4-5 മാസങ്ങൾക്ക് ശേഷം ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഒരു ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ച സമയത്താണ് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. ഫുൾ ടൈം ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് അത്രയും എളുപ്പമാണ്. എന്നാൽ ഈ ബിസിനസ് എളുപ്പമാണ്, പക്ഷേ സിമ്പിളായിട്ട് ചെയ്യാനുള്ളത് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ എന്നാൽ വളരെ സിമ്പിളാണോ ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല. കാരണം എനിക്ക് ഈ ബിസിനസ്സിൽ വന്നിട്ട് ആദ്യം കിട്ടിയ വരുമാനം 107 രൂപയാണ്. അപ്പൊ ഒരു 107 രൂപ കിട്ടിയാൽ ഇതിനെ നമുക്ക് കൂട്ടി വലിയ വരുമാനങ്ങളാക്കി മാറ്റാൻ പറ്റും എന്നൊക്കെ ലീഡേഴ്സ് പറയുമ്പം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് പോസിബിൾ ആവണമെങ്കിൽ എടുക്കുന്ന സമയത്തിന്റെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് പിന്നോട്ടും വരും. പക്ഷെ ഒരു RTP പങ്കെടുത്തപ്പം അന്ന് വീണ്ടും ബെന്നി സാറിന്റെ ഒരു സെഷൻ, ഒരു ഫാമിലി സെഷൻ ആ RTPയിൽ ഉണ്ടാവാറുണ്ട്. അന്ന് ബെന്നി സാറ് ആ ഫാമിലി സെഷനിൽ ചോദിച്ചൊരു കാര്യം, നിങ്ങളെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി എപ്പോഴെങ്കിലും ഉണർന്നിട്ട് നിങ്ങളെ ഫാമിലി ഉറങ്ങുന്നത് നോക്കാറുണ്ടോ എന്ന് ചോദിച്ചു. എന്താണിപ്പം ഇതൊക്കെയെന്ന് ചോദിച്ചപ്പം എന്തിനാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരിക്കും സാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലായില്ല. പിന്നെ മനസ്സിലായി, സാറ് പറഞ്ഞ് ആ ഫാമിലി ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് ആരുടെ സംരക്ഷണം ഉണ്ട് എന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണെന്നുള്ളത്. അപ്പം RTPയും കൂടെ പങ്കെടുത്ത സമയത്ത് കൃത്യമായിട്ട് മനസ്സിലായി, ഇനി ഇത് മാറ്റിവെച്ച് വേറെ ഒന്നുമല്ല ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ മറികടന്ന് പോകാം. ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളും ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി ഈ ബിസിനസ് സീരിയസ് ആയിട്ട് തന്നെ ചെയ്യാൻ തീരുമാനിച്ച് അങ്ങനെ ഞാൻ ഒന്നുകൂടെ കൂടുതൽ സ്റ്റോക്ക് എടുത്ത് കൂടുതൽ ആളുകളിലേക്ക് ഈ ബിസിനസ് എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത്, അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് പഠിച്ചു. കാരണം പ്രൊഡക്റ്റ് എന്താണെന്നും ഓരോ പ്രൊഡക്റ്റുകളും ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, കാര്യങ്ങളൊക്കെ പഠിച്ച് ഇതിന്റെ സിസ്റ്റം എന്താണ്, എങ്ങനെയാണ് ഇതിൽ നമുക്ക് വരുമാനങ്ങൾ കിട്ടുന്നത്, എങ്ങനെ ഈ വരുമാനങ്ങൾ ഇത്രയും കൂടുതൽ കിട്ടുന്നത്, ഇതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ പഠിച്ച് ഞാൻ കൃത്യമായിട്ട് ബിസിനസ് ചെയ്യാൻ തന്നെ തുടങ്ങി. എന്നാൽ ഈ സമയത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ആ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മറികടക്കാൻ പറ്റിയത് ലീഡേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി തന്നെയാണ്. കൃത്യമായിട്ട് എൻ്റെ അപ്ലൈഡ് ലീഡേഴ്സ് ആയിട്ടുള്ള പ്രകാശൻ സാറ്, സുനിൽ സാറ്, അതുമായി തന്നെ നമ്മുടെ ശ്രീജ മാഡം, ഭവനി സാറ്, ഇവരുടെയൊക്കെ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ഉള്ളതിനെ കൊണ്ട് തന്നെയാണ് അന്ന് ആ പ്രശ്നങ്ങളെയൊക്കെ മറികടന്ന് ഈ ഇൻഡസ്ട്രിയിൽ സീരിയസ് ആയിട്ട് നിൽക്കാൻ പറ്റിയിട്ടുള്ളത്. അങ്ങനെ ഈ ഇൻഡസ്ട്രി സീരിയസ് ആയിട്ട് ചെയ്തു. ഇന്ന് ഇപ്പം STC എന്ന് പറയുന്ന റാങ്കിൽ നിന്ന് RTC എന്ന് പറയുന്ന റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 4-5 ലക്ഷത്തിന്റെ ബിസിനസ് കൂടെ വന്നാൽ RTC എന്നുള്ള റാങ്കിലെത്തി. രണ്ടാമതൊരു ഐഡിയും കൂടെ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം DTC എന്നുള്ള റാങ്കിലാണ്. അപ്പൊ ഇതൊന്നും എൻ്റെ കഴിവല്ല, ഈ ഒരു സിസ്റ്റത്തിന്റെ കഴിവാണ്. അവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സിസ്റ്റം എന്താണ് ഈ ബിസിനസ്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്താണ്, ഈ ഇൻഡസ്ട്രീന്റെ ഹിസ്റ്ററി എന്താണ്. ഈ ഹിസ്റ്ററി നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഈ ഇൻഡസ്ട്രിക്ക് സ്കോപ്പ് ഉണ്ടോ, ഈ കമ്പനി എന്താണ്,
ഈ കമ്പനീൻ്റെ വിഷൻ എന്താണ്, ഈ കമ്പനീൻ്റെ മിഷൻ എന്താണ്. ഞാൻ ആദ്യം നോക്കിയത് ഈ ബിസിനസ്സിന് സീരിയസ് ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ഈ കമ്പനീൻ്റെ മാനേജ്മെന്റ് ആരാണ്, എന്താണ്. ഈ കമ്പനീൻ്റെ R&D വിങ് DB അനന്തനാരായണ പോലുള്ള സാറ് ഉണ്ടെങ്കിൽ അവർ എന്തുകൊണ്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നു, അല്ലെങ്കിൽ ഈ കമ്പനിയിലേക്ക് വന്നു. കാരണം 2013 സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി എന്നുണ്ടെങ്കിൽ ആ കമ്പനിയിലേക്ക് അതിനേക്കാൾ കൂടുതൽ വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള DB അനന്തനാരായണ പോലുള്ള ആളുകൾ വരണം എന്നുണ്ടെങ്കിൽ അപ്പം ഈ കമ്പനീൻ്റെ മിഷൻ അല്ലെങ്കിൽ ഈ കമ്പനീൻ്റെ വിഷൻ എന്താണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി. ഈ കമ്പനീൻ്റെ വിഷനും മിഷനും ഒക്കെ മനസ്സിലായ സമയത്ത് ഇത് നമ്മൾ ഏറ്റെടുത്ത് ചെയ്തേ മതിയാവും. അപ്പം ആരോ എഴുതി ചോദിക്കുന്നത് തുടക്കം പറഞ്ഞില്ലാന്ന്. തുടക്കം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ഇങ്ങനെയായിരുന്നു. അപ്പം തുടക്കത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിലേക്കൊക്കെ തന്നെയാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ ആളുകൾക്ക് എന്നിപ്പം ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഇവിടെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ലീഡേഴ്സിനൊന്നും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അവർ ഒരുപാട് കേട്ട കാര്യങ്ങളായിരിക്കും. ഈ ഇൻഡസ്ട്രി ആവർത്തനങ്ങളും ഓർമ്മപ്പെടുത്തലുകളും ആണെന്ന് നമ്മൾ ഒരുപാട് മീറ്റിങ്ങിനും ട്രെയിനിങ്ങിനൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു തുടക്കക്കാരെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ ഇൻഡസ്ട്രി നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ 3 ആറുകൾ പറയുന്നുണ്ട്: റീറ്റെയിലിംഗ്, റീപർച്ചേസ്, റിക്രൂട്ട്മെന്റ്. നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾക്ക് അറിയുന്ന ആളുകളിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് ആർക്കൊക്കെ കൊടുക്കാം, ഈ പ്രൊഡക്റ്റ് ആർക്കൊക്കെ കൊടുക്കാം? ഈ പ്രൊഡക്റ്റ് നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. കാരണം നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഇന്ന് നമ്മൾ അറിയുന്ന എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ എന്താണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങൾ, പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ അവർക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ, പ്രൊഡക്റ്റിൻ്റെ നേട്ടങ്ങൾ എന്താണ്, ഇതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് റീറ്റെയിൽ ചെയ്യാൻ പറ്റും. ഞാൻ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നിന്ന് ആണ് ഞാൻ ഈ മേഖലയിലേക്ക് വന്നത്. അവിടെ ഞാൻ ചെയ്ത വെളിച്ചെണ്ണ ഡിസ്ട്രിബ്യൂഷനിൽ 5 മുതൽ 10% വരെ പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ 20 മുതൽ 40% വരെ പ്രോഫിറ്റ് ഉണ്ട്. അപ്പം ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. ആളുകളെ കാണാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ നല്ല റീറ്റെയിൽ പ്രോഫിറ്റോട് കൂടിയിട്ട് നമുക്ക് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരാഴ്ച 107 രൂപ വരുമാനം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത്. പക്ഷേ അതിനെ ഞാൻ മറികടന്നത് നന്നായിട്ട് റീറ്റെയിൽ ചെയ്തിട്ടാണ്. നമ്മൾ പ്രൊഡക്റ്റുകൾ ഒരു പ്രാവശ്യം കൊടുത്താൽ, ഇപ്പം ഒരു പേസ്റ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 2 പേസ്റ്റ് നമ്മൾ വാങ്ങിക്കണം എന്ന് പറയാം വീണ്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ആൾക്ക് വീണ്ടും പേസ്റ്റ് വേണം. അതുമാതിരി തന്നെ അയാളുടെ കെയർ ഓഫിൽ ഒരു സെയിൽസ് നമ്മൾ പ്രതീക്ഷിക്കണം എന്ന് പറയാം. അപ്പൊ 2 പേസ്റ്റ് നമ്മൾ വീണ്ടും നമ്മളെ സ്റ്റോക്കിൽ വാങ്ങി വെക്കണം എന്നുള്ളതാണ്. കാരണം നമ്മളെ പേസ്റ്റിന്റെ ഗുണം എന്താ? ഉപയോഗിച്ച 99% ആളുകളും വീണ്ടും വാങ്ങും. ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം ഇന്ന് ഞാനൊരു പേസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വന്നതെന്നുണ്ടെങ്കിൽ, ഒരു കമ്പനിയിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആദ്യം ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. കാരണം കമ്പനിയിൽ ഇതിൻ്റെ ഗുണം മനസ്സിലാക്കിയിട്ടൊന്നുമല്ല ഉപയോഗിച്ചത്. ലീഡർ തന്നു, പ്രകാശൻ സാർ തന്നു. കാരണം എൻ്റെ അടുത്ത് നിന്ന് വെളിച്ചെണ്ണ വാങ്ങുന്ന ഒരു ആളായിരുന്നു പ്രകാശൻ സാറ്. സാർക്ക് കടയിൽ വീടിനോട് ചേർന്നൊരു കടയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ആൾ തന്ന സ്ഥിതിക്ക് എങ്ങനെ വേണ്ടാന്ന് പറയും? ഞാൻ പറഞ്ഞ് ഞാൻ നാളെ വാങ്ങിക്കാം. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ മുന്നോട്ട് പോയി. പിന്നെ ഒരു ദിവസം നിർബന്ധിച്ച് തന്നു. ഞാൻ പ്രൊഡക്റ്റ് വീട്ടിൽ കൊണ്ടുവന്ന് മക്കൾക്ക് കൊടുത്ത്, ചെറിയ കുട്ടികളാണ്, കഫക്കെട്ടിന് കൊടുത്ത്. പിറ്റേ ദിവസം മാറ്റം തോന്നി. അപ്പം കുഴപ്പമില്ല, പ്രൊഡക്റ്റ് മനസ്സിലാക്കി. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പം വൈഫിനും ചുമ വന്ന്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് കൊടുത്ത സമയത്ത് ചുമ നന്നായിട്ട് കൂടി. അപ്പം രാത്രി ആൾ ചോദിച്ച് ഇത് എന്തിനാണിത് ഇങ്ങനത്തതൊക്കെ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എന്താ അങ്ങനെ പെട്ടെന്ന്, മക്കൾക്ക് കുഴപ്പമൊന്നുമില്ല, ആൾക്ക് എന്താ കുഴപ്പമുണ്ടായത്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ നന്നായിട്ട് ഛർദ്ദിച്ച് കഫൊക്കെ പുറത്തു പോയി. അപ്പം പ്രൊഡക്റ്റിന്റെ വിശ്വാസം കൂടി. അപ്പൊ എന്തായാലും
നന്നായിട്ട് റീറ്റെയിൽ ചെയ്യാൻ തീരുമാനിച്ച് പ്രൊഡക്റ്റ് എടുത്ത് നന്നായിട്ട് റീറ്റെയിൽ ചെയ്ത് ആ റീറ്റെയിലിംഗ് കൂടെ കുറച്ച് ആളുകളെ റീപർച്ചേസ് വരാൻ തുടങ്ങിയ സമയത്ത് ആ റീപർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആളുകളോട് ബിസിനസ് അവസരവും പറയാൻ തുടങ്ങി. കാരണം ഇത് നിങ്ങൾ റീപർച്ചേസ് നിങ്ങൾക്ക് വീണ്ടും വാങ്ങിക്കുന്ന സമയത്ത് വേണമെങ്കിൽ കമ്പനിക്ക് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്, നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്ത് വാങ്ങുകയാണെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ ഡിസ്കൗണ്ട് കിട്ടുന്ന കാര്യം പറഞ്ഞപ്പം കുറച്ച് ആളുകളൊക്കെ തയ്യാറായി, കുറച്ച് ആളുകളൊക്കെ പറഞ്ഞ് അത് അണക്ക് കിട്ടിക്കോട്ടെ, നീ ഏതായാലും ഇത് ചെയ്യല്ലേ. ഞാൻ പറഞ്ഞു എനിക്ക് വേറൊരു വരുമാനം കൂടെ കമ്പനി തരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ സമയത്ത് അത് ചോദിച്ച ആളുകൾക്ക് ഇതിന്റെ ബിസിനസ് പ്ലാനും കൂടെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ബിസിനസ് പ്ലാൻ പറഞ്ഞ സമയത്ത് കുറച്ച് ആളുകളൊക്കെ എന്നാ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുക്കാം എന്നുള്ള രീതിയിലേക്ക് മാറി. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത ആളുകൾക്ക് ഞാൻ വില കുറച്ച് പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അവരെ ഐ ഡി അവരെ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത് കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെ നളന്തയിലൊക്കെ കുറച്ച് ആളുകളെയൊക്കെ നളന്തയിലാക്കി നമ്മൾ ബിസിനസ്സിൽ കേൾക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്ത്. പക്ഷെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം വരാന്നൊക്കെ പറയും, നമ്മൾ കാത്തുക്കും, പക്ഷെ ആള് വരില്ല. ആദ്യം കുറെ ആഴ്ചകളൊക്കെ ഒറ്റയ്ക്ക് പോയിരിക്കുന്ന ഒരവസരം ഉണ്ടായിരുന്നു. അപ്പം കുറെ ആഴ്ചകൾ ഒറ്റയ്ക്ക് ഇരുന്ന സമയത്ത് ലീഡേഴ്സ് ചോദിക്കല്ല എന്നാരും വരാനില്ലേ, വരാനുണ്ട്, വരും പറയും, പക്ഷെ ആരും വരില്ല. വീണ്ടും 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 ഈ ബിസിനസ് ഉള്ളിലുണ്ട്, അതുകൊണ്ട് നിർത്താനും തോന്നുന്നില്ല. എന്നാൽ ചെയ്താൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കുറച്ച് തുടക്കക്കാർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അത് ഇതിനെയൊക്കെ മറികടക്കാൻ പറ്റും എന്നുള്ളത് വിശ്വാസം ഉള്ളിലുണ്ട്. കാരണം എന്തായാലും നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് നേട്ടങ്ങളുണ്ട്, വേറെ ഒരാൾക്കും ഒരു നഷ്ടവും ഇല്ലാതാണ്. കൂടെ വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല നമ്മളിവിടെ വിജയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന സമയത്ത് വേറെ ആർക്കും ഒരു നഷ്ടം ഇല്ലാതെ അവരെയും കൂടെ നേട്ടത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ അതിന് കുറച്ച് സമയമെടുക്കും. എപ്പോഴും ലീഡേഴ്സ് പറയുന്നുണ്ട് ഈ ബിസിനസ് നമ്മളൊരു കർഷകന്റെ മനോഭാവത്തോടുകൂടി ചെയ്യണം. അപ്പൊ ഓരോ ട്രെയിനിങ്ങിലും കിട്ടുന്ന ഓരോ വാക്കുകളാണ് നമ്മൾ ഈ ബിസിനസ്സിൽ അന്നൊക്കെ പിടിച്ചു നിർത്തിയത്. കാരണം ഒരു കർഷകന്റെ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഴ വെക്കുകയാണെങ്കിൽ ആ വാഴ കുലയ്ക്കാനുള്ള ഒരു സമയം അല്ലെങ്കിൽ അതിന്ന് നമുക്കൊരു ഫലം കിട്ടണമെങ്കിൽ എത്ര സമയം വേണമെന്ന കർഷകന് കൃത്യമായിട്ട് അറിയാം. അത്രയും സമയം അയാൾ കാത്തു നിൽക്കാൻ തയ്യാറായിരിക്കും. എന്നാൽ ഇവിടെ നമ്മള് ഭവനി സാർ എപ്പോഴും പറയും നിങ്ങളൊരു 5 വർഷം ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടി മാറ്റി വെക്കി, എന്നിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കാനേ പാടുള്ളൂ. പക്ഷെ 5 വർഷം മാറ്റി വെക്കുന്ന സമയത്ത് ഇവിടെ നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു പോകുമോ എന്നുള്ള പേടിയും അതുകൊണ്ട്. പക്ഷെ 5 വർഷം മാറ്റി വെച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ പറ്റി ചിന്തിക്കുമ്പം നമുക്ക് അതിനും തയ്യാറാവാം. അങ്ങനെ 5 വർഷം മാറ്റി വെക്കാൻ തീരുമാനിച്ച് ഇറങ്ങിയിട്ടുണ്ടല്ലോ. എന്തായാലും 5 വർഷം കഴിയട്ടെ എന്നിട്ട് ആലോചിക്കാം. അപ്പം ഈ കാര്യങ്ങളൊക്കെ GTS ആളുകൾ വിളിച്ചിട്ട് വരുന്നില്ല അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് വിളിച്ചിട്ട് വരുന്നില്ല എന്നുള്ളതൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറും. പക്ഷെ നമ്മൾ ഈ ഇൻഡസ്ട്രി ഒരു 5 വർഷം ചെയ്യാൻ തീരുമാനിച്ചിറങ്ങുകയാണെങ്കിൽ, അങ്ങനെ തീരുമാനിച്ച് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് വിഷമമൊന്നും മനസ്സിൽ തോന്നലില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ ഇൻഡസ്ട്രീന്റെ മാറ്റങ്ങളിനൊപ്പം നമുക്കും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പതുക്കെ പതുക്കെ ടീം കയറി വരാൻ തുടങ്ങി, ആളുകൾ GTSനൊക്കെ വരാൻ തുടങ്ങി. പതുക്കെ അന്ന് ഇന്നത്തെ മാതിരി ബ്രോൺസ് സിൽവർ റാങ്ക് ഒന്നുമില്ല, സ്റ്റാർ റാങ്ക് എത്തണം. ഒരു സർട്ടിഫിക്കറ്റ് എങ്കിലും മുമ്പ് ഒരാൾക്ക് കാണിക്കണമെങ്കിൽ ഒരു സ്റ്റാർ, നമ്മൾ എന്തായി എന്ന് ചോദിക്കുമ്പോൾ കാണിക്കണമെങ്കിൽ ഒരു സ്റ്റാർ റാങ്ക് എത്തണം. അപ്പൊ അന്ന് സ്റ്റാർ റാങ്ക് എത്തിയ സമയത്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിന് അന്ന് പോകാൻ പറ്റിയില്ല. അന്ന് ഭവനി സാറ് പറഞ്ഞ് മീറ്റിങ്ങിന് വന്നാലേ സർട്ടിഫിക്കറ്റ് തരൂ. അപ്പം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. പിന്നെ ആളുകളെ കാണിക്കണമെങ്കിൽ വേറെ ഒരു വഴിയുമില്ല, സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ. അപ്പൊ പിന്നെ എന്തായാലും റൂബി ആയേ പറ്റൂ. അപ്പൊ പിന്നെ റൂബി ആവാൻ വേണ്ടിയിട്ടുള്ള ഓട്ടാണ്. അടുത്ത റാങ്ക് റൂബിയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് റൂബി പിടിക്കാൻ വേണ്ടി ഫീൽഡിൽ നന്നായിട്ട് ഇറങ്ങി ഓടി. അങ്ങനെ റൂബി റാങ്കിലെത്തി. റൂബി റാങ്കിലെത്തിയപ്പോഴാണ് ആദ്യമായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അപ്പൊ ആളുകളെ കാണിക്കാനുള്ളൊരു എന്താണ് നമുക്ക് ഈ ബിസിനസ്സിൽ എന്ത് മാറ്റം ഉണ്ടായെന്ന് കാണിക്കണമെങ്കിൽ ഒരു റൂബി സർട്ടിഫിക്കറ്റ് എങ്കിലും കിട്ടിയല്ലോ. അങ്ങനെ റൂബി സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ച് എനിക്ക് ഇങ്ങനെ മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നാണ് കാണിച്ച് വന്ന സമയം
പിന്നെ പതുക്കെ പതുക്കെ ബിസിനസ് കുറച്ചും കൂടെയൊക്കെ സ്പീഡായിട്ട് വരാൻ തുടങ്ങി. ഏകദേശം 2020 ഫെബ്രുവരിയിൽ കമ്പനീൻ്റെ ആദ്യ റാങ്കിൽ TC എന്ന് പറഞ്ഞ റാങ്കിൽ എത്താൻ പറ്റി. ആ TC റാങ്കിൽ എത്തിയ സമയത്ത് അന്ന് നമ്മുടെ വെലോസിറ്റി സീസൺ 1 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. സുബീഷ് വണ്ണിൽ സാറ് ഓർഗനൈസ് ചെയ്ത. അപ്പം ആ പ്രോഗ്രാമിലൊക്കെ ഒരുപാട് ലീഡേഴ്സിൻ്റെ കാര്യങ്ങൾ. അപ്പം സുബീഷ് വണ്ണി സാർ എപ്പോഴും പറയും, കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ ആ കാലഘട്ടം നമ്മളെ മാറ്റപ്പെടുന്നു. അപ്പൊ കാലഘട്ടത്തിന്റെ മാറ്റമാണ് ഈ ഇൻഡസ്ട്രി എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി. TC ഒക്കെ ആയ സമയത്ത് ഇനി മുന്നോട്ട് എന്തായാലും ഫാസ്റ്റായിട്ടൊക്കെ പോവാം, കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആളുകളൊക്കെ നമ്മളെ കൂടെ വന്നു തുടങ്ങി. ഇപ്പം TC ആയി. പക്ഷെ നമ്മൾ നിർഭാഗ്യമാണോ അല്ലെങ്കിൽ നമ്മളെ ഭാഗ്യമാണോ എന്നറിയില്ല. പക്ഷെ ഒരു തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ഭാഗ്യം എന്ന് പറയാം, പക്ഷെ നമ്മളങ്ങനെ കാണാൻ പാടില്ല. 2020 ഫെബ്രുവരിയിൽ TC ആയി. 2020 മാർച്ച് 24 കൊറോണ എന്ന് പറയുന്ന ഒരു മഹാമാരി വന്ന് നമ്മൾ ഇന്ത്യ മുഴുവൻ അടച്ചിടുന്നൊരു സിറ്റുവേഷൻ. പക്ഷെ അന്ന് കുറേ സമയം നമ്മളൊക്കെ വീട്ടിലിരിക്കേണ്ടി വന്ന്. ഇനി എന്ത് ചെയ്യും? കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഫാമിലി ആകെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു. പക്ഷെ അപ്പോഴും ഭവനി സാർ അന്നൊരു ദിവസം വിളിച്ചു വെച്ചു, സാറേ നമുക്ക് ഇറങ്ങല്ലേ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും, കാരണം ഇറങ്ങാതിരുന്നൊരു കാര്യമില്ല. പക്ഷെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഈ ഇൻഡസ്ട്രീൻ്റെ വളർച്ച വരാൻ പോകുന്നതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായത്. കാരണം അന്ന് വരെ നമ്മൾ വെൽനസ് എന്ന് പറയുമ്പോൾ ആളുകൾ നമ്മളെ കളിയാക്കുക, എന്താണ് വെൽനസ്, എന്ത് വെൽനസ്? ഇവിടെ ഇത്രയും ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് വെൽനസിന് എന്ത് സാധ്യത എന്ന് ആളുകൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ട്രെയിനിങ്ങിലും മീറ്റിങ്ങിലും കേട്ട് ഈ വെൽനസ് ഇൻഡസ്ട്രീൻ്റെ വരാൻ പോകുന്ന ഗ്രോത്ത് നമുക്കറിയാം. പക്ഷെ നമ്മൾ ഫീൽഡിൽ ഇറങ്ങി പറയുന്ന സമയത്ത് ആളുകൾ എന്ത് വെൽനസ് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ആ കൊറോണ നമ്മളെ പഠിപ്പിച്ച് ഇനി കാലഘട്ടം മാറിയിട്ടുണ്ട്, ആരോഗ്യം നോക്കേണ്ട കാലഘട്ടമാണ്. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലേ നാളെ എന്തും ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് ഈ ബിസിനസിന്റെ വളർച്ച വരികയാണ്. കാരണം ഗവൺമെന്റ് കുറെ പഠനങ്ങൾ നടത്തിയ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ ട്രെയിനിങ്ങിലും മീറ്റിങ്ങിലും ഒക്കെ കേൾക്കുന്നുണ്ട്. 2014 കേന്ദ്ര ഗവൺമെന്റ് ആയുഷ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചതെന്നും ഈ ഇൻഡസ്ട്രി ലീഗലൈസ് ചെയ്തെന്നും ഇനി ഈ ഇൻഡസ്ട്രി വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്നും 2025 കൂടിയിട്ട് ഈ ഇൻഡസ്ട്രി നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ പുതിയ തലമുറ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പോകുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്രെയിനിങ്ങിലും മീറ്റിങ്ങിലും അറ്റൻഡ് ചെയ്ത് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് കേട്ടതിനെ കൊണ്ട് നമ്മൾക്ക് ഇതിന്റെ ഗ്രോത്തും അല്ലെങ്കിൽ വരാൻ പോകുന്ന മാറ്റങ്ങളും നമുക്കറിയാം. പക്ഷെ മാർക്കറ്റിലുള്ള ആളുകൾക്ക് അറിയില്ല. ഈ ഇൻഡസ്ട്രീന്റെ മാറ്റങ്ങൾ ഘട്ടമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇൻഡസ്ട്രിയിൽ മാറ്റങ്ങൾ ഉള്ള ആളുകളും ഉണ്ട്, എന്നാൽ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റങ്ങൾ ഇല്ലാതെ പരാജയപ്പെട്ട ആളുകളുണ്ട്. ഞാനൊന്നേ പറയുള്ളൂ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് പരാജയപ്പെടുന്നുണ്ടെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ആദ്യം എന്നെ ക്ലിക്ക് ചെയ്ത ബെന്നി സാറിന്റെ വാക്കുകൾ, ഞാൻ ചെയ്ത മേഖല എന്നെ സഹായിക്കാൻ ആരുമില്ല, പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും നശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മേഖലയിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ആദ്യം കേട്ട വാക്ക്, നിങ്ങൾ ഒരു കൈ തരാൻ തയ്യാറാണെങ്കിൽ മറുകൈ പിടിക്കാൻ ഇവിടെ ലീഡേഴ്സിന്റെ വലിയൊരു നേരമുണ്ട്. അപ്പൊ എന്നെ സഹായിക്കാൻ ആളുകളുണ്ട്. സഹായിക്കാൻ ആളുകൾ ഉണ്ടായിട്ടും രക്ഷപ്പെടുന്നില്ലെങ്കിൽ അത് എൻ്റെ തെറ്റാണ്. രണ്ടാമത്തെ കാര്യം സുബീഷ് വണ്ണിൽ സാർ പറയുന്ന വാക്കുകൾ. കാരണം കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് മാറാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ ആ കാലഘട്ടം നമ്മളെ മാറ്റും. തീർച്ചയായിട്ടും അത് കൃത്യമാണെന്നുള്ളത് എനിക്ക് എൻ്റെ മുന്നത്തെ എക്സ്പീരിയൻസ്. കാരണം എൻ്റെ ഫാദർ വിജയിച്ച മേഖലയിൽ ഞാൻ പരാജയപ്പെട്ടത് കാലഘട്ടത്തിന്റെ മാറ്റമാണ്. കാരണം ലെൻഡിങ് ലൈബ്രറി ആയിരുന്നു, ആളുകൾ വായിക്കുന്ന സമയം. പണ്ട് ആളുകൾക്ക് ഒരു എന്റർടൈൻമെന്റ് ഇല്ലാത്തതുകൊണ്ട് വായിക്കാൻ സമയം ഉണ്ടായിരുന്നു, ഇന്ന് ആർക്കും വായിക്കാൻ സമയമില്ല. പക്ഷെ ആ കാലഘട്ടത്തിലാണ് ഞാൻ ആ ബിസിനസ്സും കൊണ്ട് മുന്നോട്ട് വന്ന് നോക്കിയത്. അതെന്റെ പരാജയമല്ല, പകരം കാലഘട്ടത്തിന്റെ മാറ്റമായിരുന്നു. ഇതെനിക്ക് മനസ്സിലാക്കാൻ പറ്റി. എന്നാൽ ഈ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് വീണ്ടും നമ്മുടെ ധനീഷ് മാധവൻ സാർ ഇടയ്ക്ക് പറയുന്നുണ്ട്, അധിക ട്രെയിനിങ്ങിൽ സാർ പറഞ്ഞാണ്, തെളിവുകൾ സംസാരിക്കട്ടെ. നിങ്ങൾ തെളിവുകൾ കാണിച്ചു കൊടുക്കുക ആളുകൾക്ക്. കാരണം നമ്മളെ പ്രൊഡക്റ്റിന്റെ റിസൾട്ടുകൾ ഇഷ്ടമായിട്ടുണ്ട്. ഇൻഡസ്ട്രീന്റെ വളർച്ച നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇൻഡസ്ട്രി വളരാൻ പോകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ തെളിവുകൾ സംസാരിക്കട്ടെ എന്ന് പറയുന്ന കൃത്യമായിട്ട് നമ്മൾ ആളുകളെ ഒന്ന് ബോധവൽക്കരിച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യണ്ട. കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അടുത്തൊരു ലീഡറായിട്ടുള്ള ഭവനി സാർ പറയുന്നുണ്ട്, ആക്കാൻ നോക്കാൻ പരിപാടിയൊന്നുമില്ല ഇവിടെ, യെസ് ഓർ നോ.
യെസ് ഓർ നോ, ഒന്നുകിൽ നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ആളുകൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ ആ പരാജയപ്പെടുന്നതിന്റെ കാരണം ഇൻഡസ്ട്രി മോശമായിട്ടോ കമ്പനി മോശമായിട്ടോ പ്രൊഡക്റ്റ് മോശമായിട്ടോ അല്ല. ഇവിടെ നമ്മൾ മാറാൻ തയ്യാറല്ല. ഇവിടെ ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മൾ, ഞാൻ എപ്പോഴും പറയുന്ന ടീമിനോട്, ഒരൊറ്റ കാര്യം മതി, നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഒരുപാട് ലക്ഷങ്ങളോ കോടികളോ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യേണ്ട ബിസിനസ് അല്ല മൈ ലൈഫ് സ്റ്റൈൽ. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വെച്ച് ചെയ്യേണ്ട ബിസിനസ്സാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് ഞാൻ പറയും. കാരണം നിങ്ങളെ മനോഭാവം എന്താണോ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ആദ്യം മനസ്സിലാക്കി ഇൻഡസ്ട്രി വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇൻഡസ്ട്രിയെ പറ്റി പഠിച്ചപ്പോൾ മനസ്സിലായപ്പം ഞാൻ മാറാൻ തയ്യാറായി എന്നുള്ളതാണ് ഇന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കൊക്കെ കാരണം. ആ മാറാൻ തയ്യാറാവാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ നമ്മുടെ ടീമിൽ നമുക്കറിയാം, നമ്മുടെ ശ്രീജ മാഡത്തിന്റെ സീലിംഗ് 2.10 കമ്പനി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കമ്പനി ഒരേ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുള്ളൂ, 17 ലക്ഷം BV ഓർഗനൈസേഷൻ 1ലും 2ലും മാച്ച് ചെയ്യാം. അത് ആർക്ക് എങ്ങനെ എന്തെന്നൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ആരാണെന്ന് നോക്കിയിട്ടല്ല കമ്പനി വരുമാനം കൊടുക്കുന്നത്, എത്ര ബിസിനസ് നടക്കുന്നുണ്ട്, അതിന് ഈ ബിസിനസ് നമ്മൾ പഠിക്കാൻ തയ്യാറായാൽ മതി. പല ആളുകളും പറയും ഞാൻ മൈ ലൈഫ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ ഞാൻ പറയും, നിങ്ങൾ മൈ ലൈഫ് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ നമ്മൾ മൈ ലൈഫ് ചെയ്യുന്നതല്ല പറയേണ്ടത്, മൈ ലൈഫ് നമ്മളെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് വലിയ നേട്ടങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഉമ്മർ സാർ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ പ്രണയിക്കുക എന്നുള്ളത്, അല്ലെ? മൈ ലൈഫിനെ നമ്മൾ പ്രണയിച്ചാൽ മൈ ലൈഫ് നമ്മളെ അതിൻ്റെ ഇരട്ടി പ്രണയിക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം ഇന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആളുകളുടെ ഹിസ്റ്ററി ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ മതി. നമ്മൾ 5-10 വർഷം കഴിയുന്ന സമയത്ത് അവർക്കുണ്ടായ മാറ്റങ്ങൾ, ഇന്ന് 5 വർഷം കഴിഞ്ഞ് ലീഡേഴ്സും, എന്നാൽ ആ 5 വർഷം കഴിഞ്ഞിട്ട് അടുത്ത 5 വർഷം അവരുണ്ടാക്കിയ മാറ്റങ്ങളും. ആദ്യത്തെ 5 വർഷം ഞാൻ പറഞ്ഞു ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ നമ്മളെ സഹായിക്കാൻ, നമ്മളെ കൂടെ നിൽക്കാൻ, നമ്മളെ വിട്ടുപോകാതിരിക്കാൻ, നമ്മളെ വീണ് പോകാതിരിക്കാൻ, നമ്മളെ കുടുംബത്തിന്റെ മാതിരി, നമ്മളെ കൂടപ്പുറപ്പിന്റെ മാതിരി സംരക്ഷിക്കാൻ നമ്മളെ ലീഡേഴ്സ് ഉണ്ട്. വേറെ ഏത് ഇൻഡസ്ട്രിയിലുണ്ട്, വേറെ ഏത് മേഖലയിലുണ്ട് ഇങ്ങനെ നമ്മൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ? ഞാൻ പറഞ്ഞു, എന്റെ തുടക്കത്തിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് എന്റെ ലീഡേഴ്സിന്റെ സപ്പോർട്ട് തന്നെയാണ് എന്നെ പിടിച്ചു നിർത്തിയത്, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷെ ആ ലീഡേഴ്സ് എന്തിനു എന്നെ പിടിച്ചു നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബൈനറി പ്ലാൻ അറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. കാരണം ഒരാളെ നശിപ്പിച്ചിട്ടല്ല ഒരാളും ഇവിടെ വളരുന്നത്. ഒരാൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഇന്ന് ലോകത്തിലെ ഒരേ ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ നമ്പർ 1 കമ്പനിയിലൊക്കെ നമ്മൾ എത്തിപ്പെടാൻ ഒന്നുകിൽ നമ്മളെ ഭാഗ്യം, അല്ലെങ്കിൽ നമ്മളെ മുൻ ജന്മത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മളെ പിതാക്കളെ, അല്ലെങ്കിൽ നാളെ വളരുന്ന നമ്മളെ കുട്ടികളെ ഭാഗ്യം, ഇങ്ങനെയൊക്കെ ആവാം. പക്ഷെ എന്തുകൊണ്ടും നമ്മൾ ഈ ബിസിനസ് രാവിലെ പ്ലാറ്റ്ഫോം തുടങ്ങിയത് തന്നെ ഒരു ദൈവ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്. പക്ഷെ ദൈവം കണ്ടറിഞ്ഞ് നമുക്ക് അവസരം തന്നിട്ടുണ്ട്. ഇനി ഈ അവസരം എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. പരാജയം തന്നെ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിക്ക് ഇല്ല. വിട്ടുപോവുകയാണ് ആളുകൾ. എന്തുകൊണ്ട്? ഈ ഇൻഡസ്ട്രിയെ പഠിക്കാത്തതിനെ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയും. കാരണം ഇത്രയും നല്ലൊരു ഇൻഡസ്ട്രി നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ അതിനെ ഉപയോഗിച്ചില്ല. അവസരങ്ങൾ കിട്ടിയാൽ രക്ഷപ്പെട്ടോളുന്നില്ല, പക്ഷെ അവസരങ്ങൾ ഏറ്റെടുക്കാനും അവസരങ്ങൾ കൊടുക്കാനും നമ്മൾ തയ്യാറാണെങ്കിൽ വിജയിക്കാൻ ഏറ്റവും നല്ല ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതിൽ ഏറ്റവും നല്ല കമ്പനി, ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയിലാണ് നമ്മളൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ എത്തിപ്പെട്ട നമ്മൾ ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട്, ഒറ്റയ്ക്കായിട്ട് ഒന്നും ചെയ്യാനില്ല, സപ്പോർട്ടോട് കൂടിയിട്ട്, ലീഡേഴ്സിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഉള്ളൂ ഇവിടെ. ഈ ഇൻഡസ്ട്രീനെ ഒന്ന് മനസ്സിലാക്കാനും നമ്മളെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ചേഞ്ച് ചെയ്യാനും തയ്യാറാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ എപ്പോഴും പറഞ്ഞാണ് ABCD ആറ്റിറ്റ്യൂഡ്. ഇതന്നെയാണ് ഈ ബിസിനസ്സിലെ ഏറ്റവും നമുക്ക് വേണ്ടത്. ബാക്കി ബിയും സിയും ഡിയും ഒക്കെ വന്നോളും. പക്ഷെ ആളുകൾക്ക് പറ്റാത്തത് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാനാണ്.
ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു തീരുമാനം എടുക്കണം, ഒരു ഡിസിഷൻ. എന്താണ് ഞാൻ ഇനി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തേ ചെയ്യൂ? അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ട് നല്ല ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് ഒന്ന് നമ്മൾ ഈ ഇൻഡസ്ട്രീനെ ചെയ്യാൻ തയ്യാറായാൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഒരു സംശയം അക്കാര്യത്തിലില്ല. 2013 കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് കമ്പനിയിലെ നമ്മുടെ ടോപ്പ് ലീഡർ മുബീൻ സാറിന്റെ ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മളൊക്കെ കണ്ടതാണ്. അനീഷ് സാറിന്റെ ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണുന്നതാണ്. ബെർണി സാറിന്റെ മാറ്റങ്ങൾ നമ്മൾ കാണുന്നതാണ്. ഇതൊക്കെ തെളിവുകൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ലേ. നമ്മളല്ലേ മാറേണ്ടതുള്ളൂ. ഇൻഡസ്ട്രിക്ക് മാറ്റങ്ങളുണ്ട്, ലീഡേഴ്സിന് മാറ്റങ്ങളുണ്ട്. നമ്മളൊന്ന് മാറുകയാണെങ്കിൽ നാളെ ഈ മാറ്റങ്ങളൊക്കെ നാളെ നമുക്കും. അത് നേടിത്തരാൻ ലീഡേഴ്സ് നമ്മുടെ കൂടെ നിന്നിട്ട് പോലും നമ്മൾ മാറുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പരാജയപ്പെടുന്ന ആളുകളെ അല്ലെങ്കിൽ വിട്ടുപോകുന്ന ആളുകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. കാരണം വിട്ടുപോകുന്നത് ഈ ഇൻഡസ്ട്രീനെ മനസ്സിലാക്കാത്തതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ മനസ്സിലാക്കിയ ആളുകളൊക്കെ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പല ആളുകൾക്ക് ഞാൻ എന്തിനു ഇൻഡസ്ട്രി ചെയ്യണം എന്നുള്ള കാര്യം അറിയില്ല. ഞാൻ ഈ ഇൻഡസ്ട്രി ചെയ്യേണ്ടത് എന്തിനാണ്? ഇവിടെ നമ്മളൊരു കണക്കൊക്കെ പറയാറുണ്ട്, മീറ്റിങ്ങിലും ട്രെയിനിങ്ങിലൊക്കെ നമ്മൾ പറയുന്ന ഒരു കണക്കുണ്ട്. 1920 ഒരു കുടുംബത്തിന് ജീവിക്കണമെങ്കിൽ 1 രൂപ മതിയായിരുന്നു. എന്നാൽ വരും വർഷങ്ങളിൽ അത് കൂടി കൂടി വന്ന് 1940 ആയപ്പോൾ 10 രൂപയായിരുന്നു, 1960 ആയപ്പോൾ 100 രൂപയായിരുന്നു, അങ്ങനെ 2000 10,000 രൂപ എന്നും. എന്നാൽ 2020 ആയപ്പം ഒരു കുടുംബത്തിന് ജീവിക്കണമെങ്കിൽ 1 ലക്ഷം രൂപയാകുന്നു. പക്ഷെ ഈ 1 ലക്ഷം രൂപ ഇല്ലാത്തതിനെ കൊണ്ടല്ലേ 2025 നമ്മൾ ബുദ്ധിമുട്ട് പറയുന്നത്. എന്നാൽ 1 ലക്ഷം രൂപയുള്ള മുകേഷ് അംബാനിയോ നമ്മളെ ലുലുവിന്റെ MA യൂസഫ് അലിയോ ആരെങ്കിലും ബുദ്ധിമുട്ട് പറയുന്നുണ്ടോ? എന്തുകൊണ്ട് അവർക്ക് 1 ലക്ഷം കിട്ടി? സിമ്പിളാണ്. കാരണം വർക്കിംഗ് അവർ മൾട്ടിപ്ലിക്കേഷൻ തിയറി. ഈ സാധനം മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അവരുപയോഗിക്കുന്ന അതേ സാധനം ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവരുപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്യാണ്ട് നമ്മളെ സമയം മറ്റുള്ളവർക്കും മറ്റുള്ളവരുടെ സമയം നമുക്കും ആക്കി മാറ്റാൻ തയ്യാറായ മാറ്റങ്ങളാണ് ഇന്ന് ബെന്നി സാറിന്റെ പോലുള്ള അല്ലെങ്കിൽ അനീസ് സാറെ പോലുള്ള ലീഡേഴ്സ് ഇവിടെ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നാളെ ഇത് നമുക്കൊക്കെ ആസ്വദിക്കാൻ പറ്റും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. കാരണം 2020 നമുക്ക് 1 ലക്ഷം ഇല്ലെങ്കിൽ 2040 ഇവിടുത്തെ എക്കണോമിക്സുകൾ പറയുന്ന കണക്ക് 10 ലക്ഷം വേണമെന്നാണ്. പക്ഷെ 2040 10 ലക്ഷം ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻഡസ്ട്രി ഏതെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ജോബ് ഉണ്ടോ? ഇല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന ഏറ്റവും നല്ല പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, വക്കീൽമാര് ഇവരൊക്കെ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പല്ലേ ഇന്ന് എൻ്റെ ടീമിൽ പോലും ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്. എന്തുകൊണ്ട് ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നു? കാരണം കാലഘട്ടം മാറുകയാണ്. ഇനി മുന്നോട്ട് നമുക്ക് ഈ തരത്തിലുള്ള വരുമാനങ്ങൾ ഉണ്ടായേ പറ്റൂ. ഞാൻ മനസ്സിലാക്കിയാവുന്നുള്ളൂ, 2020 എനിക്ക് ഈ വരുമാനം ഉണ്ടായിരുന്നില്ല. പക്ഷെ 2040 ഈ വരുമാനം എനിക്കല്ല ആവശ്യം, എൻ്റെ മക്കൾക്ക് ആവശ്യമാണ്. ഞാൻ ഈ ഇൻഡസ്ട്രി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്രയും സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ എൻ്റെ ലക്ഷ്യം 2040 എൻ്റെ മക്കളാണ് ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആണോ മൈ ലൈഫ് സ്റ്റൈൽ? ചിന്തിക്കുക. ചിന്തിച്ച് നമ്മളൊന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഇവിടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. കാരണം നമ്മളെ തേടി പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം. അബ്ദുൽ കലാം സാർ പറഞ്ഞ 1-2 വാക്കുകളുണ്ട്. ആ വാക്കുകളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം സാർ പറഞ്ഞത്, നിങ്ങളെ തേടി പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളെ തളർത്താനല്ല, ആ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള കഴിവ് ഓൾറെഡി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ കഴിവുകളെ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ തേടി പ്രശ്നങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് വളർത്താനാണ്, തളർത്താനല്ല. സാറ് പറയുന്ന ഒരു 5 കാര്യങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. സാറ് പറയുന്ന അബ്ദുൽ കലാം സാർ പറഞ്ഞ 5 കാര്യങ്ങളുണ്ട്. നമ്മളെ വില കുറച്ച് കാണാതിരിക്കുക. നമ്മൾക്ക് എന്ത് ഇല്ല എന്നുള്ളതല്ല, എന്തുണ്ട് അതിന് നമ്മൾ സന്തോഷിക്കുക. അതിന് സാറ് പറഞ്ഞ കാര്യമാണ് ഐ ആം ദ ബെസ്റ്റ്. ഒന്നാമത്തെ കാര്യം, ഞാൻ മികച്ചവനാണ്. എനിക്ക് എന്തൊക്കെയോ കുറവുകളില്ല, പക്ഷെ ആ കുറവുകളൊക്കെ മറികടക്കാൻ
എനിക്ക് പറ്റും. പ്രത്യേകിച്ച് നമ്മളെ ഈ ഇൻഡസ്ട്രിയിൽ. കാരണം കൂടെ വരുന്ന ആളുകൾ നമ്മളെക്കാൾ കഴിവുള്ള ആളുകളാണ് ആയിരിക്കും. വന്നോളും, ശ്രമിച്ച് ഈ ബിസിനസ് നമുക്ക് സക്സസ് ആവണമെങ്കിൽ എപ്പോഴും പറയുന്നതാണ് 9 ആളുടെ ക്ഷമ വേണം, ബുദ്ധി ഒരാളത് മതി. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ മികച്ചവനാണെന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക. ഐ ആം ദ ബെസ്റ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ പറ്റും. വേറൊരാൾ ചെയ്ത് വിജയിപ്പിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല? ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കും അത് ചെയ്യാൻ പറ്റും. അടുത്തൊരു കാര്യമാണ് ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. കാരണം ആൾവേസ് ഗോഡ് വിത്ത് അസ്, ദൈവം നമുക്ക് അവസരം തന്നിട്ടുണ്ട്. എന്നാൽ ആ ദൈവത്തിനറിയാം നമ്മൾ എവിടേക്കാണ്, നമ്മൾ എന്താണ് ആവേണ്ടത് എന്നുള്ളത്. അതിനാണ് നമുക്കൊക്കെ ഈ അവസരം തന്നത്. ഈ അവസരം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾക്കൊക്കെ മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഏതൊരു മനുഷ്യജന്മത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം എന്താണ്? ആ ജന്മത്തിൽ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മളെ സഹജീവികളെ സ്നേഹിക്കുക, സഹജീവികളെ സഹായിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡസ്ട്രി അല്ലേ ഏറ്റവും ബെസ്റ്റ്? അതിന് നിങ്ങളെ സഹായിക്കാൻ ദൈവം നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയാൽ പോരെ? എനിക്ക് പറ്റാത്തത് ചെയ്തു തരാൻ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ വിശ്വസിക്കുന്ന ആ പ്രപഞ്ച ശക്തി എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഐ ആം ദ വിന്നർ, ഞാൻ ഒരു വിജയിയാണ്. തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ ടുഡേ ഈസ് മൈ ഡേ, ഇന്ന് എൻ്റെ ദിവസമാണ്. ഈ 5 കാര്യങ്ങൾ നമ്മളൊന്ന് കുറച്ച് ദിവസം, ഒരു 21 ദിവസം നമ്മൾ ഇതിനൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഐ ആം ദ ബെസ്റ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്, ആൾവേസ് ഗോഡ് വിത്ത് അസ്, ഐ ആം ദ വിന്നർ ആൻഡ് ടുഡേ ഈസ് മൈ ഡേ, ഇന്ന് എൻ്റെ ദിവസമാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ചെറിയ കുറച്ച് നേട്ടങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഇത്രയും സമയം നിങ്ങളോട് സംസാരിച്ചത്, ഇത് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ്. പിന്നെ ഇത്രയും ആളുകളെ ഇന്നിപ്പോൾ എനിക്ക് വലിയൊരു കുടുംബത്തിലേക്ക് കൂടെ പരിചയം, എന്നെ അറിയാനും കുറേ ആളുകളൊക്കെ നാളെ നമുക്ക് ഇപ്പം കോഴിക്കോട് ജില്ലേൻ്റെ ഏത് ഭാഗത്ത് വന്നാലും അല്ലെങ്കിൽ കേരളത്തിന്റെ ഏത് ഭാഗത്ത് നമ്മൾ പോയാലും നമുക്ക് നേട്ടം നമ്മൾ ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു നേട്ടം കിട്ടിയെന്നുള്ളതാണ്. മൂന്നാമത് സ്മാർട്ട് ഫോണുകളും അതേമാതിരി തന്നെ ബൈക്ക്. ഇനിയിപ്പം ചെറിയൊരു അച്ചീവ്മെന്റ് അടുത്ത് ഞാൻ കാണുന്നത് ഒരു 4 വീലറിലേക്ക്. ഒരു 4 വീലർ ഒന്നും സ്വപ്നം കാണാൻ പറ്റുന്ന രീതിയിലല്ലായിരുന്നു നമ്മൾ ഇന്ന് ലൈഫ് പോയിരുന്നത്. എന്നാൽ ഇന്ന് 4 വീലറിലേക്കൊക്കെ സ്വപ്നം കാണാതെ നമ്മളെ പഠിപ്പിച്ച കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ. അപ്പം എന്തായാലും നമ്മളെ മെല്ലി സാർ പറഞ്ഞ മാതിരി നമ്മളെ ചട്ടി വലുതാക്കുക, നമ്മളെ ആറ്റിറ്റ്യൂഡ് മാറ്റുക, നമ്മൾ കൂടുതൽ ചിന്തിക്കുക. വലിയ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ വലിയ നേട്ടങ്ങൾ നമ്മളിലേക്ക് എത്തിപ്പെടും. എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതായിരിക്കും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുക എന്നാണ് പറയാം. അപ്പം എന്തായാലും ഇത്രയും സമയം എന്നെ ശ്രമിച്ച എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും സർവേശ്വരൻ എല്ലാവിധ ആഗ്രഹങ്ങളും നടപ്പിലാക്കി തരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ച് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈലേഷ്, വിഷ് യു ഓൾ ദ ബെസ്റ്റ്.